ഇതിപ്പം എന്താ UDF-ന് ചെയ്യാനുള്ളത്? കോൺഗ്രസിന് എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. MLA സ്ഥാനവും രാജിവെക്കണമെന്ന് ഇടതുപക്ഷവും പ്രതിപക്ഷമൊക്കെ മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു അവർ MLA രാജിവെച്ചിട്ടുണ്ടോ? മുകേഷ് രാജിവെച്ചിട്ടുണ്ടോ? ഇത് പേരെടുത്ത് പറയാൻ ആഗ്രഹിച്ചല്ല. രാജിവെച്ചിട്ടുണ്ടോ? ഇവർ പത്മകുമാറടക്കം ജയിലിൽ കിടക്കുന്നവരാണല്ലോ. പുറത്താക്കിയിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന്? MLA നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണെന്നറിയാം. എങ്ങനെയുണ്ട് ഓട്ടം? എത്രത്തോളം പ്രതീക്ഷയിലാണ് UDF-ഉം കോൺഗ്രസ്? പ്രതീക്ഷയാണ് UDF-നുള്ളത്. നല്ലൊരു റെസ്പോൺസ് ജനങ്ങളുടെ ഇടയിലുണ്ട് താനും. അപ്പോൾ ഉറപ്പായിട്ടും ജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്നലെ വരെ ചർച്ചയായിരുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസാണ്. ഈ നടപടി എങ്ങനെ കാണുന്നു? മാതൃകാപരമായ നടപടിയാണ്. ഇതുകൊണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ പാപഭാരവും ഒഴിവായോ? ഞങ്ങൾക്ക് എന്ത് ചർച്ച? ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന ശബരിമലയിലെ കൊള്ളയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ വികസന ഇല്ലായ്മയാണ്. ഇവിടെ തിരുവനന്തപുരം മെട്രോ അടക്കമുള്ള മെട്രോകൾ നടപ്പിലാക്കാത്ത കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ 9 വർഷക്കാലം ഒന്നും ചെയ്യാത്ത സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതല്ല വേറെ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്കില്ല. ഈ നടപടി എങ്ങനെ കാണുന്നു? യൂത്ത് കോൺഗ്രസ് അതൊക്കെ പാർട്ടി ഒരു തീരുമാനം. പക്ഷെ നമ്മളിപ്പോൾ ഇലക്ഷൻ രംഗത്ത് നിൽക്കുമ്പോൾ അതൊന്നുമല്ല ഇഷ്യൂ എന്ന് വെച്ചാൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. വിലക്കയറ്റം, ഇവിടെ വിലക്കയറ്റം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് വില ആകാശത്തോളം എത്തിയിരിക്കുകയല്ലേ. അപ്പം അതാണ് ഇവിടെ ചർച്ച. പെൻഷൻ ഇപ്പം എല്ലാം തീരാറായപ്പോഴാണ്, 9 മാസമുള്ളപ്പോഴാണ് ഏറ്റവും 9ാമത്തെ മാസമാണ് കൊണ്ട് പെൻഷൻ കൂട്ടുന്നത് ഇല്ലേ. 2000 രൂപ ആക്കിയത് എന്ന് പറഞ്ഞാ എപ്പോഴാക്കുന്നത്? അപ്പം ഇത് ജനങ്ങളുടെ ഇതാണ് നമ്മുടെ ചർച്ചയുള്ളത്. ബാക്കി അതൊക്കെ അങ്ങനെ കിടക്കും. ഇത്ര ഒരു അജണ്ട സെറ്റ് ചെയ്തതിന് പിന്നിൽ CPM ആണ്, ഇടതുപക്ഷമാണെന്ന് കരുതുന്നുണ്ടോ? ഈ ചർച്ചകൾ അങ്ങനെ പോകുന്നതിലും അതോടൊപ്പം വാർത്തയിൽ ഇങ്ങനെ ഇത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം നിറഞ്ഞു നിൽക്കുന്നതിലും അതല്ല, അത് നിയമത്തിന് വഴി എടുക്കട്ടെ. അതിപ്പം ആ കോഴ്സ് എടുക്കട്ടെ. അതിനകത്ത് ഇനി കൂടുതൽ ചർച്ച ചെയ്യാനൊന്നുമില്ല. ഇത് തന്നെ വിഷയമാക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇത് തന്നെ ചർച്ച ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? വേറെ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുക, അത് ചർച്ച ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ അത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ചർച്ച മാറ്റാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. എന്തായാലും ഇതോടുകൂടി ചാപ്റ്റർ ക്ലോസ് ആയി എന്നാണ് ഇതിനകത്ത് ഇപ്പം എന്താ UDF-ന് ചെയ്യാനുള്ളത്? കോൺഗ്രസിന് എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. MLA സ്ഥാനവും രാജിവെക്കണമെന്ന് ഇടതുപക്ഷവും പ്രതിപക്ഷമൊക്കെ മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു അവർ MLA രാജിവെച്ചിട്ടുണ്ടോ? മുകേഷ് രാജിവെച്ചിട്ടുണ്ടോ? ഇത് പേരെടുത്ത് പറയാൻ ആഗ്രഹിച്ചല്ല. രാജിവെച്ചിട്ടുണ്ടോ? ഇവർ പത്മകുമാറടക്കം ജയിലിൽ കിടക്കുന്നവരാണല്ലോ. പുറത്താക്കിയിട്ടുണ്ടോ പാർട്ടിയിൽ നിന്ന്? പിന്നെ എന്തിനാ ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്? അവർ ചെയ്യട്ടെ. അധികം തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയമല്ല ചർച്ചയാവേണ്ടത്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ചർച്ചയാകേണ്ടതെന്നാണ് ചാണ്ടി ഉമ്മൻ MLA പറയുന്നത്. മാതൃകാപരമായ നടപടി പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നും CPM-ന്റെ ആരോപണവിധേയരായ MLA-മാരടക്കം രാജിവെച്ചിട്ടുണ്ടോ എന്നും ചാണ്ടി ഉമ്മൻ MLA ചോദിക്കുന്നു. അനന്തു സുരേഷിനോടൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും ജോസി ബാബു, മീഡിയ.